പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വായന, ഒന്നാമത്തെ വായന ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം. അതിലെ ജ്ഞാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ അത്ര കണ്ടങ്ങനെ സാധാരണ വിശ്വാസികൾ ചിന്തിക്കാത്തൊരു മേഖലയാണ്. നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയാൻ ദൈവം നമ്മളെ അനുവദിക്കും. അതിനൊരു എളുപ്പവഴിയാണ് ജ്ഞാനം. 6:10 വിശുദ്ധമായവ വിശുദ്ധയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. നമുക്ക് ദൈവം തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ ബലിയർപ്പണം. പരിശുദ്ധ അമ്മയുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ അമ്മയുടെ മാതൃക നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ ഈശോയുടെ കുരിശ് മരണത്തെ കണ്ട് ആരാധിച്ച് നിന്നതുപോലെ നിൽക്കാനായിട്ടുള്ള കൗദാശികമായി നമുക്ക് നൽകുന്ന, സഭ നൽകുന്ന അവസരമാണ് ബലിയർപ്പണം. ഇത് ജ്ഞാനം നിറയുന്നതിനുള്ള ഒരു എളുപ്പവഴിയാണ്. നമുക്ക് ഭക്തിയോടുകൂടെ പല വിചാരം, അശ്രദ്ധ എല്ലാം മാറ്റി നമുക്ക് നല്ല ശ്രദ്ധയോടുകൂടെ പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നതൊന്ന് മനസ്സിൽ കണ്ടിട്ട്, സ്റ്റാൻഡിങ് മദർ അതൊന്ന് മനസ്സിൽ കണ്ടിട്ട് അമ്മ എങ്ങനെ നിന്നോ ആ ഭയഭക്തി ആദരവോടെ, ആരാധന മനോഭാവത്തോടുകൂടെ നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സകല വിപത്തുകളും ഞങ്ങളിൽ നിന്ന് ദയാപൂർവം അകറ്റണമേ. അങ്ങനെ മനസ്സിലും ശരീരത്തിലും ഒന്നുപോലെ മോചിതരായി അങ്ങേക്കുള്ളവ സ്വതന്ത്ര മനസ്സോടെ ഞങ്ങൾ പിഞ്ചെല്ലുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യക്തിരക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ദൈവം എന്തിനേയും കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിൻ്റെ സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. കാരണം പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ വചനം എന്നേക്കും സുസ്ഥാപിതമാണ്. കർത്താവേ, കർത്താവേ, അങ്ങയുടെ വചനം എന്നേക്കും സുസ്ഥാപിതമാണ്. കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. അങ്ങയുടെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുന്ന് ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ വചനം എന്നേക്കും സുസ്ഥാപിതമാണ്. അവിടുന്ന് നിശ്ചയിച്ച പ്രകാരം ഇന്നും എല്ലാം നിലനിൽക്കുന്നു. എന്തെന്നാൽ സകലതും അങ്ങേ സേവിക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എളിയവർക്ക് അത് അറിവ് പകരുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ വചനം എന്നേക്കും സുസ്ഥാപിതമാണ്. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണയായിരിക്കട്ടെ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ വചനം എന്നേക്കും സുസ്ഥാപിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരിൽ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന ഫരിസേയർ ചോദ്യത്തിന് യേശു മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെയല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും. എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജ്ഞാനവും വിജ്ഞാനവും ഈ രണ്ട് വാക്കുകൾ നമുക്ക് പരിചയമുള്ള വാക്കുകളാണ്. അതിൽ നമ്മൾ ഒന്ന് വ്യത്യാസം മനസ്സിലാക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന രീതിയും, ജ്ഞാനം അത് ദൈവീകമാണ്, എന്നാൽ വിജ്ഞാനം അത് ലൗകികമാണെന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിനെക്കുറിച്ചുള്ള അറിവ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ, പക്ഷെ ദൈവീകമായിട്ടുള്ള കാര്യമാണ് ജ്ഞാനം. അത് നമുക്ക് വളരെ ആവശ്യമാണ് എന്ന് വചനം നമ്മളോട് പറയുകയാണ്. ഇന്നത്തെ ഒന്നാം വായനയിൽ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ജ്ഞാനം എങ്ങനെ പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, അതിനെക്കുറിച്ച് പ്രതിവചന സങ്കീർത്തനം പറയുകയാണ്. അതായത് വചനത്തെക്കുറിച്ച്. സങ്കീർത്തനം 119. അത് വചനത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നൊരു സങ്കീർത്തനമാണ്, ഏറ്റവും വലിയ സങ്കീർത്തനവും. ഇനി സുവിശേഷത്തിലാണെങ്കിൽ ഈ ജ്ഞാനമുള്ളവൻ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണമെന്നും കൂടി പറയുകയാണ്. അതാ അവിടെ, അതാ ഇവിടെ എന്നൊക്കെ പറയും. അപ്പം പോകരുത്, അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്ന് വചനം പറയുകയാണ്. അതുകൊണ്ട് അവരെ അനുഗമിക്കരുത് എന്ന് പറയുകയാണ്. അറിയാതെ പുറകെ പോകാൻ സാധ്യതയുണ്ട്. അത് ജ്ഞാനമില്ലായ്മയുടെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ ദിവസങ്ങളിലാണല്ലോ, ഈ നവംബർ 4-ാം തീയതി ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത് എന്ന തിരുസംഘത്തിലൂടെ പരിശുദ്ധ പാപ്പ ഒരു പുതിയൊരു തിരുവെഴുത്ത് നമുക്ക് സമർപ്പിച്ചു. അതിൽ മാതാവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. അപ്പം കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയാത്തവരത് വളച്ചൊടിച്ചു. മീഡിയക്കാർക്ക് എന്ത് തിയോളജി അറിയാം? ഒരു തിയോളജി അറിയില്ല മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക്. അപ്പോൾ അവരതിനൊക്കെ വർത്തമാനം പറഞ്ഞു. നമ്മുടെ കയ്യിൽ ഫോണുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന് കേട്ടത് മീഡിയ പറഞ്ഞതാണ്. കത്തോലിക്ക സഭ പഠിപ്പിച്ചതോ പറഞ്ഞതോ ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവരുടെ പുറകെ പോയി. ജ്ഞാനമുള്ളവൻ അങ്ങനെ പുറകെ പോകില്ല. അവർ പറയുന്നത് കേൾക്കാൻ പോകില്ല, സഭ പറയുന്നത് കേൾക്കാനേ പോവുള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. അതാണ്. അപ്പം ജ്ഞാനം ഈശോ പഠിച്ചിട്ടുണ്ടോ? ഈശോ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഈശോ പഠിച്ചിട്ടുണ്ടോ? അത് ഈശോ പഠിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. അവർ അത്ഭുതപ്പെടുകയാണ്.
യേശുവിൻ്റെ വിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ടൈറ്റിലോടുകൂടി യോഹന്നാൻ 7:15 ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കുക. അവരുടെ കൺമുമ്പിൽ ഈശോ പഠിക്കാൻ പോകുന്നത് കണ്ടിട്ടില്ല. അല്ലെ, ബാഗം തൂക്കി സ്കൂളിൽ പോകുന്നത് നമ്മൾ കാണുന്നില്ല. അയൽവാസികളൊക്കെ സ്കൂളിൽ പോകുന്നത് നമ്മൾ കാണുന്നതല്ലേ. പക്ഷെ ആ നാട്ടിലുള്ള യഹൂദർ അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈശോ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഈശോയ്ക്ക് നല്ല ജ്ഞാനമുണ്ടായിരുന്നു. അപ്പോൾ അതെവിടെ നിന്ന് കിട്ടി? അതാണ് ഈശോയെക്കുറിച്ച് പറയുന്ന ചില വചനങ്ങൾ നമുക്കറിയാമല്ലോ. ലൂക്ക 2:40 ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ഇത് ശിമയോൻ, അന്ന ഇവർ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്ന സംഭവമുണ്ട്. യോസേപ്പ് പിതാവും മാതാവും ഈശോയെ സമർപ്പിക്കാൻ ദേവാലയത്തിൽ കൊണ്ടുവന്നതിന് ശേഷമുള്ള വചനഭാഗമാണ്. ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. ഇനി ഈശോ ഉപാധ്യായന്മാരോടുകൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിശയം തോന്നുകയാണ്. അത് ലൂക്ക 2:40 കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അവൻ്റെ മറുപടി കേട്ടാൽ അത്ഭുതം തോന്നും. ഇനി ലൂക്ക 2:52 നമ്മൾ മക്കൾക്ക് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കാവുന്നൊരു വചനമാണ്. ലൂക്ക 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈ വചനം അങ്ങ് കാണാതെ പഠിക്കുക, മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളെ പഠിപ്പിക്കുക. എന്നിട്ട് പറയുക, കൂടെ ഇങ്ങനെ ചേർത്ത് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ ഈശോയുടെ ചൈതന്യം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈശോയെ വളർത്തിയ പരിശുദ്ധമ്മേ എൻ്റെ മക്കളെയും വളർത്തണം. ഇന്നത്തെ 1ാം വായനയിലും ജ്ഞാനത്തിൻ്റെ മഹത്വം എന്ന ടൈറ്റിലോടുകൂടി പറയുന്ന കാര്യമാണ് ജ്ഞാനത്തിൻ്റെ ചൈതന്യം. ജ്ഞാനത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ചാണ് പറയുക. ജ്ഞാനത്തിൻ്റെ ചൈതന്യം വളരെ ബഹുക്ഷേമമാണ്. ആ സെൻറ്റൻസ് തന്നെ തീരുന്നില്ല, വലിയൊരു സെൻറ്റൻസാണ്. ജ്ഞാനത്തിൻ്റെ അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ് ജ്ഞാനത്തിൻ്റെ ചൈതന്യം. ഇപ്പോൾ ലൂക്ക 2:52 പ്രാർത്ഥിച്ചാൽ ജ്ഞാന ചൈതന്യം കിട്ടും. നമുക്ക് കറക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചില ബോധം നമുക്ക് കിട്ടും. അപ്പോൾ ഈശോ ഇങ്ങനെ ജ്ഞാനത്തിൽ നിറഞ്ഞ് ജ്ഞാനത്തിൽ ജനിച്ച പരിശുദ്ധാത്മാവിൽ ജനിച്ച് ഈശോ ജ്ഞാനം നിറയാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതാണ് ലൂക്കായുടെ സുവിശേഷം 3:21-22 വചനങ്ങളിൽ പറയുന്നത്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞു എന്നാണ് പറയാം. ജ്ഞാനസ്നാന വേളയിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഇനി എങ്ങനെയായിരിക്കും ഈശോ പ്രാർത്ഥിച്ചത്? ഈശോ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം എന്നാണ് ഞാൻ വിചാരിക്കുക. കാരണം ഈശോയെക്കുറിച്ച് പറയുന്നത്, ഈശോയെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ, ബന്ധിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. ഒരാൾക്ക് എല്ലാ ദിവസവും എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? ഒരു 10 മിനിറ്റ് പ്രസംഗിക്കണമെങ്കിൽ എന്തുമാത്രം ഒരുങ്ങണമെന്നറിയാവോ? അപ്പം എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന ഈശോ പ്രാർത്ഥന, വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കും ചെയ്യാവുന്ന കാര്യമാണ് വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. വചനം പഠിക്കണം മക്കളെ, വചനം പഠിക്കണം. അപ്പം മറിയത്തിൻ്റെ സമർപ്പണ തിരുനാളാണ് ഈ മാസം 21-ാം തീയതി, നവംബർ 21. 3-ാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവളും അവൾ വചനം പഠിച്ചിരുന്നു. ദേവാലയത്തിൽ വചനം പഠിച്ചു വളർന്നവളായതുകൊണ്ടാണ് ലൂക്ക 1:28 സ്വർഗം അവളെ വിളിച്ചു ദൈവകൃപ നിറഞ്ഞവളെ. ഇനി ദൈവകൃപ നിറഞ്ഞവൾ, അവൾക്ക് ജ്ഞാനത്താൽ നിറഞ്ഞ് ഗബ്രിയേൽ ദൂതനോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ സാധിച്ചു. അത് ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, സഭയോട് ചേർന്ന് വിശ്വാസം അഭ്യസിക്കുന്നവർക്ക് ജ്ഞാനത്തിൽ നിറയാൻ പറ്റും. അല്ലെങ്കിൽ മറിയം, മാലാഖെ ഒരു ദിവസം എനിക്ക് തരുമോ? ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അപ്പനും അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാം. അങ്ങനെയായിരുന്നെങ്കിലോ? ആരോടും ചോദിക്കാതെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ മറിയത്തിന് സാധിച്ചത് ജ്ഞാനം ഉള്ളത് കൊണ്ടാണ്.
ദൈവിക ജ്ഞാനമുള്ളത് കൊണ്ടാണ്. ആ മറിയം നമ്മളോട് പറയുകയാണ്, ലൂക്കാ 1:53, ജ്ഞാനം നിറയണമെങ്കിൽ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. ജ്ഞാനം ഒരു വിശിഷ്ട വിഭവമാണ്. ജ്ഞാനം ഒരു വിശിഷ്ട വിഭവമാണ്. അത് കിട്ടണമെങ്കിൽ വിശക്കണം. എനിക്ക് ജ്ഞാനം കൊണ്ട് തന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിനായിട്ട് ആഗ്രഹിക്കണം. ഇത് ലോകത്തിൻ്റെ അറിവല്ല, ദൈവിക ഹിതം മനസ്സിലാക്കാനും നമ്മുടെ കാര്യങ്ങൾ ഒരു തെറ്റുകൂടാതെ ചെയ്യാനുള്ള ഒരു ദൈവികമായൊരു കഴിവാണത് ജ്ഞാനം. ഇപ്പം ജ്ഞാനത്തിന് വേണ്ടി വിശക്കണം. എന്നെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? കർത്താവെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്നെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കണം. അതാണ് നമ്മൾ ഈ പത്രോസ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നീ ക്രിസ്തുവാണെന്ന് പറയും. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നെന്ന ചോദ്യത്തിന് നീ ക്രിസ്തുവാണ്. അത് ഈശോ പറയും, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അതാണ് ജ്ഞാനം. പത്രോസിന്, മുക്കുവനായ പത്രോസിന് അതെങ്ങനെ പറയാൻ സാധിച്ചു? അതാണ് ജ്ഞാനം. മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെയുള്ള ജ്ഞാനമാണത്. കൃത്യമായി മറുപടി പറയാൻ സാധിക്കുക. ഇനി ജ്ഞാനത്തിൻ്റെ പുസ്തകം തന്നെ 6-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ജ്ഞാനം 6:16 യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ച് ചെല്ലുന്നു. അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. യോഗ്യതയുള്ളവരെ ജ്ഞാനം ഇങ്ങനെ പിന്തുടർന്ന് ചെല്ലും, അവരുടെ പാതകളിൽ പ്രത്യക്ഷപ്പെടും. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, പൗലോസ് അപ്പോസ്തലനാണ് പുതിയ നിയമത്തിൽ കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. നടപടി പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരു മിന്നലൊളി, കുതിരപ്പുറത്ത് പോയവനെ ഒരു മിന്നലൊളി ഉന്തി താഴെ ഇട്ടു. ഇതാണ് അവനെ വേണം, കർത്താവിന് വേണം, അവന് ജ്ഞാനം കൊടുക്കണം. അവന് ലോകത്തിൻ്റെ അറിവുണ്ട്. ഹീബ്രും ഗ്രീക്കും ഒക്കെ കലക്കി കുടിച്ചിരിച്ചിരിക്കുക പൗലോസ് അപ്പോസ്തലൻ. എന്നിട്ട് അവന് ലോകത്തിൻ്റെ അറിവെല്ലാം ഉണ്ട്. ലോകത്തിൻ്റെ അറിവുള്ളവന് ദൈവിക ജ്ഞാനം കൂടി കൊടുക്കാൻ വേണ്ടി കുതിരപ്പുറത്തുനിന്ന് ഒരു വലിയ മിന്നലൊളി കൊണ്ട് ഉന്തി താഴെ ഇട്ടു. എന്നിട്ട് ജ്ഞാനം കൊടുത്തു. നടപടി പുസ്തകം 9-20 വാക്യത്തിൽ പിന്നെ മാമോദീസൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തുവാണെന്ന് ധൈര്യത്തോടുകൂടി പ്രഘോഷിക്കാൻ തുടങ്ങി. അതാണ് ആ ധൈര്യവും ഇതെല്ലാം കിട്ടിയത്. ഇത് ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ഇത് എന്നെ സഹോദരരെ ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല, യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് എനിക്കത് ലഭിച്ചത്. മനസ്സിലായോ? പൗലോസ് അപ്പോസ്തലന് അത് കിട്ടിയത് വെളിപാടിലൂടെയാണ്. അതാണ് നമുക്കത് വേണം. നമുക്ക് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയണം. അതിന് നമുക്കുള്ളൊരു വഴിയാണ് വചനം പഠിക്കുക, വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഇത് വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ അന്ധകാരമുള്ള മേഖലകളിൽ പ്രകാശം നിറയും. വചനം പ്രകാശമാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവം സൃഷ്ടിച്ച 2-ാമത്തെ കാര്യം വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചം. ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ അത് വെളിച്ചമായിരുന്നു, അവൻ ദൈവമായിരുന്നു, അവനിൽ വെളിച്ചമുണ്ടായി, അവൻ വെളിച്ചമുണ്ടായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പം ഇത് വെളിച്ചം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ വചനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ വചനം ആശ്രയിക്കാതെ, ഈശോയുമായിട്ട് യഥാർത്ഥ ബന്ധമുള്ള ഒരു കാര്യത്തെ ആശ്രയിക്കാതെ, നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ, ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ആശ്രയിക്കുന്നത് ലോക വസ്തുക്കളെയാണ്. ചരട്, തൂവാല, താക്കോല്, താഴ്, അത് ഇതൊക്കെ ഇങ്ങനെ. ഈശോയെ ആശ്രയിക്കുന്നില്ല, ഈശോയെ വിളിക്കുന്നില്ല, വചനം പഠിക്കുന്നില്ല. ഒരു വചനം അറിയില്ലല്ലോ പലർക്കും. ഒരു വചനം ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക്, പ്രത്യേകിച്ച് മുതിർന്നവർക്ക്, സ്ത്രീകൾക്ക്, ചിലപ്പോൾ കുറച്ച് കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളൊക്കെ ഉള്ളവർക്കും വചനം കുറച്ചൊക്കെ അറിയാൻ പറ്റും. യോഹന്നാൻ 1:4 അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിൽ കഴിഞ്ഞില്ല. വചനം പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങൾക്കൊരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയും. അതാണ് പത്രോസൊക്കെ പറയുന്നത്. എല്ലാവരും ഇട്ടേട്ട് പോകുമ്പോഴും
ഈ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോകുമ്പോൾ പത്രോസ് യോഹന്നാൻ 6:68 പറഞ്ഞ് ഞങ്ങൾ എവിടെ പോകാനാണ് കർത്താവേ, നിത്യജീവൻ്റെ വചനം നിൻ്റെ പക്കലുണ്ടല്ലോ. ഇന്നത്തെ സങ്കീർത്തന വചനങ്ങളിൽ സങ്കീർത്തനം 119, 105 പറയുന്നത് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സങ്കീർത്തനം 119, 130 പറയുന്നത് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്കത് അറിവ് പകരുന്നു. അപ്പം വചനം നിങ്ങൾ പഠിക്കണം മക്കളെ, വചനം പഠിക്കണം. കത്തോലിക്ക വിശ്വാസികളും ഒരു 80% ആളുകൾക്ക് വചനം അറിയില്ല. സത്യമായൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഈശോയെ സമീപിക്കാൻ വചനം വേണം. വചനം പഠിക്കൂ, വചനം വെച്ച് പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ കുറേ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അത് ഇന്നത്തെ 1-ാം വായന അവസാനിക്കുന്നത് എന്താണെന്നറിയാമോ? ജ്ഞാനം 8:1. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു, അവൾ എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു. ഞാനിവിടെ 1 വർഷമായി. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് ഈ വചനമാണ് എന്നിവിടെ കൊണ്ടുവന്നത്. അത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്. ദൈവത്തിൻ്റെ ക്രമീകരണം. ഒരു രൂപതയിൽ ഒരു പുതിയ ബിഷപ്പിനെ ഇലക്ട് ചെയ്തു. ആ ബിഷപ്പിന് വാട്സപ്പ് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് ബിഷപ്പായി എലക്ട് ചെയ്ത ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു 19 മാസങ്ങൾക്ക് ശേഷമാണ് ആ രൂപതയിൽ ഒരു പുതിയ ബിഷപ്പിനെ എലക്ട് ചെയ്യുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി ആരെയാക്കുമെന്ന്. അപ്പോൾ ഈ പുതിയ ബിഷപ്പിൻ്റെ വാട്സപ്പിൽ ഞാനിട്ട വചനം ഇതാണ്, ജ്ഞാനം 8:1. ഇത് ദൈവം ക്രമീകരിച്ചതാണ്. ദൈവം ഉചിതമായത് ക്രമീകരിച്ചു. ജ്ഞാനം ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു, അവൾ എല്ലാം നന്നായി ക്രമപ്പെടുത്തും. നിങ്ങൾക്കൊരു കല്യാണം വേണോ, ജോലി വേണോ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണോ, നിങ്ങൾ ലോകത്തിൽ ഇങ്ങനെ പരതി നടക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കത് ക്രമീകരിച്ചു തരും. അതാണ് മറിയത്തിന് ക്രമീകരിച്ചു കൊടുത്തത്. കണ്ടോ എങ്ങനെ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ. ധൂർത്തപുത്രൻ വീട്ടിലേക്ക് തിരിച്ചു വന്നത് ആരും പോയി വിളിച്ചിട്ടല്ല, പന്നിക്കൂട്ടിൽ നിന്ന് വീട്ടിൽ പോ എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി എന്ന് ലൂക്ക 15:17 പറയുമ്പോൾ അത് ജ്ഞാനമാണ്. അത് ജ്ഞാനമാണ്. ജ്ഞാനം കൊണ്ട് നിറയണം. നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒരു വചനമുണ്ട്. കൊളോസ്യർ 3:10 സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് നിറയാൻ അതിന് കുറച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ വിശുദ്ധ ജീവൻ നയിക്കണം, കൗദാശിക ജീവൻ നയിക്കണം, വചനാധിഷ്ഠിതമായുള്ള ജീവിതം നയിക്കണം, പ്രാർത്ഥനാ ജീവൻ നയിക്കണം. ഈ 3 ജീവിതം, കൗദാശിക ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, പ്രാർത്ഥനാ ജീവിതം, ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ടെന്നെ നിറയ്ക്കൂ സർവേശ്വരാ, ഞാൻ കാത്തിരിക്കാം. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ടെന്നെ നിറയ്ക്കൂ സർവേശ്വരാ, ഞാൻ കാത്തിരിക്കാം. രാത്രിയാമങ്ങളിൽ ജാഗരിക്കാം ഞാൻ, കർത്താവിൻ സമ്മാനം കാത്തിരിക്കാം. രാത്രിയാമങ്ങളിൽ ജാഗരിക്കാം ഞാൻ, കർത്താവിൻ സമ്മാനം കാത്തിരിക്കാം. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ടെന്നെ നിറയ്ക്കൂ സർവേശ്വരാ, ഞാൻ കാത്തിരിക്കാം. ഈശോ മാതാവിൻ്റെ മടിയിൽ കയറിയിരുന്നു. കൊളോസ്യർ 2:3 ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ മറിയത്തിൻ്റെ മടിയിൽ ഈശോ കയറിയിരുന്നു. അപ്പോൾ മറിയം ബോധജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായി, സിംഹാസനമായി മാറി. നമ്മൾ ലിറ്റനി ചൊല്ലുന്നില്ലേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ കന്യകാമറിയമേ, ജ്ഞാനം കൊണ്ട് നിറയാൻ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ.
ഇസ്രയേലിൻ നായക ഇന്ദിനുള്ള ദൈവമേ കാഴ്ചയായി ഞാൻ നീങ്ങുന്നു ഇന്ത്യയും എൻ സർവവും നിന്നെ മുൻപിലായുധ സ്വീകരിക്കണമേ പ്രഭു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അർപ്പിക്കപ്പെട്ട ഈ ബലിവസ്തുക്കൾ സംപ്രീതിയോടെ അങ്ങ് കടാക്ഷിക്കണമേ. അങ്ങേ പുത്രൻ്റെ പീഡാസഹന രഹസ്യത്താൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഭക്തിസ്നേഹത്തോടെ ഞങ്ങൾ പിഞ്ചെല്ലുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമതയോ വീണ്ടരവോ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റവും ധന്യരുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ
യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരും വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലിയോ മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതീക്ഷനായ സഹായ രാജ്യമെത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണി എൺകളിൽ കണിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണി എൺകളിൽ കണിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണി എങ്കിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനത്താൽ പരിപോഷിതരായി അങ്ങ് കാരുണ്യം കേണപേക്ഷിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങ് ആത്മാവിൻ്റെ വർഷത്താൽ സ്വർഗീയ ശക്തി പ്രവേശിച്ചവരിലെല്ലാം നിഷ്കളങ്കതയുടെ കൃപ നിലനിൽക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിനോട് ചേർന്ന് തൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ